ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് CS സുജാത നമുക്കൊപ്പം ചേരുകയാണ്. CS സുജാത, ഇപ്പോൾ അലക്കി വെളുപ്പിക്കാൻ ശ്രമം നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനലിനെ. പുതിയ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് 2 യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നുള്ളതാണ്. ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തന്നെ 6 യുവതികൾ, പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 6 യുവതികളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ഇപ്പോഴും സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ ക്രിമിനലിനെ. ഇല്ല, ഇത് സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അത്ര ഭീകരമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് ഒരു പൊതുപ്രവർത്തകൻ ഇത്ര എങ്ങനെ പെരുമാറാൻ കഴിയുന്നു? നമുക്ക് അത്ഭുതമാണ്. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നുപെടാൻ ചെന്നുപെട്ടുള്ള സ്ത്രീകളാണല്ലോ ഇപ്പൊ ഓരോ രൂപത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെന്താ പറയേണ്ടതെന്നറിയില്ല. കാരണം ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പോ സംരക്ഷണം വേണ്ട അല്ലെങ്കിൽ സഹായം വേണ്ട, സഹോദരന്മാർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹായവും അടക്കം കൊടുക്കും. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. കാരണം ഈ കുറ്റവാളികൾ ആരായാലും അവർ കർശനമായ നിയമത്തിന്റെ മുമ്പിൽ വരണം. അത് എക്സ്പ്ലോർ ചെയ്യുന്നല്ല, ആര് തെറ്റ് ചെയ്താലും. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോഴെല്ലാം കുറ്റവാളികൾ കർശനമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ, പിണറായി ഗവൺമെന്റിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് വിശ്വാസമുണ്ട്. കുറ്റവാളികൾ എല്ലാവരും തന്നെ നിയമത്തിന് മുമ്പ്, സ്ത്രീകളെ ആക്രമിച്ചിട്ടുള്ള ആശയം വെറുതെ വിട്ടിട്ടില്ല, ഗവൺമെന്റ് വെറുതെ വിട്ടിട്ടില്ല. കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഉറപ്പ്. കാരണം ഇതിപ്പോ ഭയത്തോടു കൂടിയാണ് പരാതി പറഞ്ഞിട്ട് പെൺകുട്ടി പറഞ്ഞല്ലോ, അവര് ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം, അല്ലാത്ത രൂപത്തിലുള്ള ആക്രമണം, അതെല്ലാം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളെക്കുറിച്ചും ആക്ഷേപങ്ങളെക്കുറിച്ചും എല്ലാം പുറത്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയെല്ലാം വാർത്തകൾ സൃഷ്ടിച്ച് ഇത് തമസ്കരിക്കാൻ ശ്രമിച്ചാലും ഇത് അങ്ങനെ പോകുന്ന ഒരു സംഭവമല്ല. കാരണം അത്ര ഒരു വലിയൊരു കൊടും ക്രിമിനലിന് മാത്രമേ ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ആ നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു ഈ പറഞ്ഞ വ്യക്തി. ശ്രീമതി സുജാത, ഒരുപക്ഷെ താങ്കൾ പങ്കുവെച്ച ഒരു സമാനമായ ഒരു വികാരം KC വേണുഗോപാലിൻ്റെ ഭാര്യ തന്നെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭയമാണ് സ്ത്രീകൾക്ക് അയാളോട് പെരുമാറാൻ. ഒരുപക്ഷെ ഒരു വേട്ടക്കാരൻ്റെ മനസ്സുമായി നടക്കുന്ന ഈ കോൺഗ്രസ്സുകാരനെ പേടിക്കേണ്ടത് കോൺഗ്രസിലെ തന്നെ വനിതകൾ തന്നെയാണ്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യം പ്രതികരിക്കേണ്ടത് ഒരുപക്ഷെ ആ വനിതകൾ തന്നെയാണെന്ന് പറയേണ്ടി വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സമ്മർദ്ദം, ഈ വനിതകൾക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയാണ്. കേസ് കൊടുക്കാതിരിക്കാൻ, മൊഴി നൽകാതിരിക്കാൻ. അതാണ് ഏറ്റവും ഗൗരവതരം. അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി കോൺഗ്രസ് നേതാക്കളെല്ലാം വലിയ പിന്തുണയുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്നത്. ഉണ്ടായപ്പോഴേ എനിക്ക് അക്കാര്യത്തിൽ അഭിമാനമുണ്ട്. ഒന്ന് ശ്രീമതി ഉമാ തോമസ്, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അതുപോലെ തന്നെ ഡോക്ടർ ആശ, ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വൈഫ് ശ്രീമതി ആശ, അവരെല്ലാം കൃത്യമായി പ്രതികരിക്കുകയുണ്ടായി. അതിനെ ഞാൻ ആ നിലയിൽ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കാരണം അവരുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെ നിലപാട് വ്യക്തമാക്കിയ സ്ത്രീകളെ പോലും എത്ര മോശമായിട്ടാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും അവർക്കെതിരായിട്ടുള്ള ആക്ഷേപം വന്നത്. എത്ര മോശമായിട്ടുള്ള സൈബർ ആക്രമണത്തിലൂടെ അവരെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, കോൺഗ്രസ് നേതൃത്വം ഏതെല്ലാം രൂപത്തിൽ ഇത് തമസ്കരിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെയൊന്നും പോകുന്ന ഒരു കേസല്ല. ഇത് ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സത്യമാണ്, പെൺകുട്ടികളുടെ മേൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാവും. ആ സമ്മർദ്ദം നമ്മൾ 2-3 ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, അവർക്ക് കൃത്യമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃത്യമായിട്ടും ഈ രൂപത്തിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെയൊന്നും ആളുകളെയൊന്നും കേരളം അങ്ങനെ വെച്ചു പൊറപ്പിക്കില്ല. അത് കേരളത്തിന് അതിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, സ്ത്രീകൾക്ക് വിശ്വാസമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ 100% അവർക്ക് വിശ്വസിക്കാം. ശരി, വളരെ നന്ദി ശ്രീമതി CS സുജാത ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.